ബ്ലെസ്സി ഡയറക്ട് ചെയ്ത ഒരു മൂവി, അതും ബ്ലെസ്സി എന്ന് പറയുന്ന ഡയറക്ടറിന്റെ 16 വർഷത്തെ ഒരു മൂവി. ഓക്കെ, ഒരു ജേർണിയിലുള്ള ഒരു മൂവി. പൃഥ്വിരാജ് മെയിൻ ക്യാരക്ടർ, അതിനോടൊപ്പം തന്നെ നിൽക്കുന്ന ഹക്കീം എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്യുന്നു ഗോകുൽ. AR റഹ്മാൻ മ്യൂസിക്. ഓക്കെ, ഇങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ കിട്ടുമ്പോ എന്താണ് തോന്നുന്നത്? ഈ ഒരു എനിക്ക് മനസ്സിലായി. അതാ ഇതേ എക്സ്പ്രഷൻ തന്നെയാണ് ഞാനിപ്പോ വിട്ടത്. ഒരു സന്തോഷം അല്ലേ? അത് നമുക്ക് ഇങ്ങനെ എക്സ്പ്ലെയിൻ, ചില സംഭവങ്ങൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ചില സംഭവങ്ങൾ നമ്മൾ അനുഭവിച്ച് തന്നെ അറിയണം. ഇതുപോലൊരു എക്സ്പീരിയൻസ് ആണ്. ചിലത് അനുഭവിച്ച് അറിയാൻ തന്നെ വേണം. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ചില ഇമോഷൻസ് ഉണ്ട്. നമ്മൾ ചിലത് അനുഭവിച്ച് തന്നെ അറിയണം. അത് എനിക്ക് വേറെ ആളുടെ അടുത്ത് ഞാൻ എന്താ ഫീൽ ചെയ്യുന്നത് എനിക്കിപ്പോ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. അത് എന്റെ ഒരു എക്സ്പീരിയൻസിലൂടെ കടന്നുപോയ ഒരാൾക്ക് ചിലപ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. പക്ഷെ ബാക്കി എങ്ങനെയാ അത് പറഞ്ഞറിയിക്കേണ്ടതെന്ന് എനിക്ക് അറിയില്ല ആക്ച്വലി. ഇല്ല, നമ്മള് ഗോകുലിന്റെ പോലെ ഇപ്പൊ അടുത്തൊന്നും ഒരാളും ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു പേഴ്സണലി. കാരണം രാജുവേട്ടൻ വരെ പറഞ്ഞു, എനിക്ക് ആ ചെക്കനോട്, ആ കുട്ടിയോട് എനിക്കൊരു അസൂയ തോന്നുക. കാരണം ഇത്രയും നല്ലൊരു ഇൻട്രൊഡക്ഷൻ മൂവി, ഇൻട്രൊഡ്യൂസ് ഡെബ്യൂ മൂവി ആർക്ക് കിട്ടും എന്നുള്ളത്. അപ്പം അത്രയുള്ളൊരു എനിക്കറിയാം ഗോകുലിന്റെ ആ ഒരു ഇങ്ങനെ ശ്വാസം വിടൽ തന്നെ മനസ്സിലായി ആ ഒരു ഇൻട്രൊഡക്ഷൻ പറയുമ്പോഴുള്ള ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ ഗോകുൽ, നിങ്ങള് ആ ഡെസേർട്ടിൽ ഇങ്ങനെ എസ്കേപ്പിന്റെ സമയത്ത് ആ പാമ്പിന്റെ ഒരു സീൻ ഉണ്ടായിരുന്നു. അത് രാജുവേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഒറിജിനൽ കുറച്ച് പാമ്പുകളായിരുന്നു എന്നുള്ളത്. ആ ഒരു സമയത്ത് എനിക്കറിയാം രാജുവേട്ടനെ കടിക്കുന്നു, നിങ്ങളെ ഹക്കീമും ഭയങ്കര ഇതായിട്ട് ക്ലോസ് ആയിട്ടൊക്കെ ആളുടെ കൂടെ ഇരിക്കുന്നു. ആ ഒരു ഇതിന്റെ ഒക്കെ കാണുമ്പോൾ എന്തായിരുന്നു അവിടുത്തെ ഒരു സറൗണ്ടിങ്സ് എക്സ്പീരിയൻസ് ആ ഒരു സമയത്ത്? സറൗണ്ടിങ്സ്, നമ്മള് എല്ലാ ദിവസവും മരുഭൂമിയുടെ ഉള്ളിലേക്ക് ഒരു 4-5 കിലോമീറ്ററോളം നമ്മൾ ഓടിച്ചു പോയി. നമ്മുടെ ക്യാമ്പിൽ നിന്നിട്ടോ നമ്മുടെ ഉള്ളിലേക്ക് ഏതോ മരുഭൂമിയുടെ ഇവര് ദിക്ക് മനസ്സിലാക്കുന്നതൊക്കെ നമ്മൾ കണ്ട് അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അവിടുത്തെ ആൾക്കാരൊക്കെ എങ്ങനെയാണ് ഈ മരുഭൂമിയുടെ ഉള്ളിൽ കൂടെ കറക്റ്റ് എല്ലാ ദിവസവും നമ്മള് ഓരോ ലൊക്കേഷനും ഓരോരോ പേരുകൾ ഇട്ടിട്ടാ നമ്മൾ വിളിക്കുക. അങ്ങോട്ട് പോവാ ഇങ്ങോട്ട് പോവാന്ന് പറഞ്ഞിട്ട് ആ സീനിന്റെ പേരിട്ടിട്ടല്ലേ. അത് മരുഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യന്മാരാണല്ലോ വണ്ടി ഓടിക്കുന്നതും ഒക്കെ ചെയ്യുന്നത്. അവർക്കറിയാം, അവര് ദിശ നോക്കുന്നതും. ഇതിനകത്ത് തന്നെ ഒരു ഡയലോഗ് പറഞ്ഞു, പടിഞ്ഞാട്ട് സൂര്യൻ നോർത്ത് വെസ്റ്റ് അങ്ങനെ നോക്കിയിട്ടായിരിക്കും ഓടിക്കുക അല്ലെ? ഞാൻ വിചാരിച്ചു എങ്ങനെയായിരിക്കും അവർക്ക് മനസ്സിലായി. ഇപ്പൊ നിങ്ങൾ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു, ഇപ്പൊ ബ്ലെസ്സി സാറും പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു 5 കിലോമീറ്ററിന്റെ ഒരു യാത്ര എന്നും രാവിലെ കഴിഞ്ഞ് മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ എല്ലാവരും അങ്ങോട്ട് പോകുന്ന ഒരു ഇത്. ഞാൻ വിചാരിച്ചത് എങ്ങനെ കറക്റ്റ് ലൊക്കേഷനിലേക്ക് എല്ലാവർക്കും ഡെസേർട്ട് ആവുമ്പോൾ നമുക്ക് മനസ്സിലാവില്ലല്ലോ എങ്ങനെയാണെന്നുള്ളത്. നമുക്ക് കാണുമ്പോ എല്ലാം ഒരേപോലെ ഫീൽ ചെയ്യുന്നു. അപ്പൊ എങ്ങനെയായിരുന്നു ആ പാമ്പുകളുടെ ഒരു സീൻ എടുക്കുമ്പോൾ ഉണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ്? പാമ്പുകളുടെ സീൻ എടുക്കുമ്പോ അതൊക്കെ കുറെ എനിക്ക് തോന്നുന്നു ബിഹൈൻഡ് ദ സീൻസിൽ കാണിക്കാൻ വേണ്ടി വെച്ചേക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ അതിനെ പറ്റിയിട്ട് ഞാൻ കൂടുതൽ സംസാരിക്കണമെന്നുള്ള തോന്നുന്നു ഞാൻ ഇപ്പൊ. എന്നാ വേണ്ട, നമ്മൾ അതിനെ കുറിച്ച് പറയണ്ട. കാരണം ദാറ്റ് ഈസ് വെരി വെരി എന്താ പറയാ, നമ്മളെ പേടിപ്പിച്ച് നമ്മളെല്ലാരും ആദ്യം വിചാരിച്ചത് അതൊരു VFX ആയിരുന്നു എന്നാണ്. പക്ഷെ പിന്നെ ആയതുകൊണ്ടും അത് മാത്രം ഞാൻ പറയാം, അത് റിയൽ ആയിരുന്നു. നമ്മള് സത്യം നമുക്ക് ബ്ലെസ്സി സാറിന്റെ മൂവി ആയതുകൊണ്ട് പിന്നെ നമ്മള് ഓക്കെ അത് റിയൽ ആയിരിക്കും. കാരണം ആൾ അങ്ങനെയാണല്ലോ അല്ലേ? അങ്ങനെയുള്ളൊരു സംഭവമായിരുന്നു. ഓക്കെ, ഇപ്പം നമ്മള് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. ഇപ്പം ഇത് കഴിഞ്ഞിട്ട് ഗൂഗിളിൽ ഇറങ്ങി കഴിഞ്ഞപ്പോ ഞാൻ ഞാൻ ഇവിടെ എല്ലാവരുടെ അടുത്തും പറഞ്ഞുകൊണ്ടിരുന്ന ഒറ്റൊരു കാര്യം ഉണ്ട് കേട്ടോ. സിനിമ ഇറങ്ങണേക്കാളും തൊട്ട് മുന്നേ ഗോകുൽ എന്നുള്ളൊരു പേര് എന്റെ മനസ്സിൽ, ഓണസ്റ്റ്ലി ഫ്രം മൈ ഹാർട്ട് ഐം സെയിങ്, ഗോകുൽ എന്നുള്ളൊരു പേര് എന്റെ മനസ്സിലുണ്ടായിരുന്നു. സിനിമ ഇറങ്ങുന്നതിന് മുന്നാണ് ഞാൻ രാജുവേട്ടനെയും ജിമ്മിനെയും ഒക്കെ മീറ്റ് ചെയ്തത്, ബ്ലെസ്സി സാറിനൊക്കെ മീറ്റ് ചെയ്തിട്ടുള്ളത്. ഗോകുൽ എന്നുള്ള പേരുണ്ട്, കാരണം ഇവർ പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഓക്കെ, ഞാൻ അവരോട് പറഞ്ഞു ഗോകുൽ എന്നൊന്ന് ഇൻസ്റ്റാഗ്രാം സെർച്ച് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഗോകുലിന്റെ പേര് വന്നു. 5K ഒക്കെ ആയിരുന്നു ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു ബെറ്റ് ഞാൻ ചെയ്യാണ്, കാരണം രാജുവേട്ടനാണ് പറഞ്ഞിട്ടുള്ളത് ഈ കുട്ടി നല്ല അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ടെന്ന്. സിനിമ ഇറങ്ങി റിലീസ് ചെയ്തു. നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞങ്ങൾ കണ്ടത് ഇൻസ്റ്റഗ്രാം ഇസ് ഫ്ലഡഡ് വിത്ത് ഗോകുൽ. ഇൻസ്റ്റഗ്രാം മാത്രമല്ല, യൂട്യൂബും ഫേസ്ബുക്കും ഒക്കെ ഗോകുലിന്റെ ഒരു ഇതാ. സോ ആ ഒരു സമയത്ത് ഓഡിയൻസിന്റെ റെസ്പോൺസ് കിട്ടിയപ്പോ ഇപ്പം ഗോകുല് പറഞ്ഞു നമ്മുടെ ആർട്ടിസ്റ്റുകളുടെ റെസ്പോൺസ് അടിപൊളി, നമ്മുടെ ക്രൂവിന്റെ റെസ്പോൺസ് ആ ഒരു സമയത്ത് സന്തോഷം തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു
ഈ ഫോണൊക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു സമയമായിരുന്നല്ലോ. അതെങ്ങനെയായിരുന്നു ഹാൻഡിൽ ചെയ്തത്? ആക്ച്വലി ഞാൻ അതിനെ റിലേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു മെറ്റഫർ പോലെ പറയുന്ന ഒരു മഴ, ഒരു കോരിച്ചൊഴിയുന്ന മഴ പോലെയാണ് എനിക്ക് ഇത് നിർത്താതെ പെയ്യുന്ന ഒരു മഴ പോലെയാണ് എനിക്ക് തോന്നിയത്. അതായത് 3-4 ദിവസം മഴ നിർത്താതെ പെയ്തു എന്റെ ജീവിതത്തില്. അതുപോലെയായിരുന്നു ഇത്. നല്ല സന്തോഷമഴ. സന്തോഷമഴ, അതെ. അത് നമുക്ക് അതെ എങ്ങനെ കുറെ ആൾക്കാരുടെ സ്റ്റോറികളും എല്ലാം സംഭവങ്ങളൊക്കെ കാണുന്ന എനിക്ക് എല്ലാത്തിനും പേഴ്സണലി റിപ്ലൈ കൊടുക്കണം എന്നുണ്ട്, എന്റെ ഉള്ളിൽ ആഗ്രഹമുണ്ട്. പക്ഷെ അതിനൊന്നും പറ്റിയ സമയവും കാര്യങ്ങളും ആ സമയത്ത് കിട്ടുന്നുമില്ല. കുറെ പേര് വിളിച്ചു, അവർക്കൊന്നും എനിക്ക് തിരിച്ച് റിപ്ലൈ ചെയ്യാനോ കോൾ ബാക്ക് ചെയ്യാനോ ഒന്നും ആ സമയത്ത് പറ്റിയിട്ടില്ല. അപ്പൊ എനിക്ക് അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാല്, നിങ്ങളൊന്നും ഇത് പരിഗണിക്കാത്തതല്ല. ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും റഷ് എന്റെ ജീവിതത്തിൽ അനുഭവിക്കുന്നത് ഈ ഒരു 3-4 ദിവസം ഒരു റേഞ്ചില് ഡേയ്സില്. അപ്പോ അതുകൊണ്ടാണ് എനിക്ക് എന്നെ തന്നെ ഞാനിങ്ങനെ ഒരു മാനേജ് കോംപ്രഹെൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ ഈ ഒരു ലാസ്റ്റ് 7 ഡേയ്സിൽ നടന്ന കാര്യങ്ങൾ ഞാൻ എന്റെ മൈൻഡിൽ തന്നെ ഒന്ന് കോംപ്രഹെൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് ഇറ്റ്സ് കൈൻഡ് ഓഫ് എ സഡൻ ഫെയിം ഐ ഗോട്ട്. അത് എങ്ങനെയാണ് അതിന്റെ ഒരു കുറച്ച് കാര്യം. ഞാനൊരു സാധാരണ മനുഷ്യനായിരുന്നു, ഇപ്പോഴും സാധാരണ മനുഷ്യൻ തന്നെയാണ്. പക്ഷെ ഇപ്പോഴും ഞാൻ സാധാരണ മനുഷ്യൻ തന്നെയാണ്. പക്ഷെ ആളുകൾ എന്നെ അറിയുന്നുണ്ട്. അത് വലിയൊരു ഇതാണ്. നമ്മള് ഓവർ നൈറ്റിൽ ഒരു സിനിമയുടെ ഒരു റിലീസ് മുതൽ തന്നെ ആ ഒരു സിനിമ റിലീസ് ചെയ്തതിന് ശേഷം വരുന്ന ഒരു റെസ്പോൺസ് എന്ന് പറയുന്നത് അതെന്തായാലും നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു. ഗോകുലിന്റെ ഒരു ക്യാരക്ടർ ഹക്കീം, കാരണം ബുക്ക് വായിച്ചിട്ടുള്ള ആൾക്കാർക്ക് അറിയാം ഹക്കീമിന്റെ ക്യാരക്ടർ എത്ര ഇമ്പോർട്ടന്റ് ആണെന്നുള്ള കാര്യം. അപ്പൊ അതുകൊണ്ട് എനിക്കറിയായിരുന്നു ഗോകുൽ. അപ്പൊ ഞാനവിടെ ബെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരുടെ അടുത്തും, ആ കുട്ടിയുടെ ക്യാരക്ടർ നോക്കി വെച്ചോളൂ. എല്ലാരും കേട്ടോ, അത് നമുക്ക് പിന്നെ സെറ്റാക്കാം. അതെ, ഇപ്പൊ ഞാൻ നോക്കുമ്പോ ഇപ്പൊ എല്ലാവരും ഗോകുലിന്റെ അടുത്ത മൂവി ഏതാന്ന് ചോദിക്കുന്നു, അല്ലെങ്കിൽ ഒരുപാട് എക്സൈറ്റഡ് ആണ് നെക്സ്റ്റ് മൂവിക്ക് വേണ്ടിയിട്ട്. ഓൾസോ ഗ്രേറ്റ് പെർഫോമൻസ്, അങ്ങനെയുള്ള കമന്റ്സ് കിട്ടുന്നു. ആരെങ്കിലും ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ടോ ക്യാരക്ടർ ഇപ്പൊ അഭിനയിച്ചു കഴിഞ്ഞിട്ട്? ക്രിട്ടിസൈസ് എന്നുള്ള ഒരു ഇതില് ഒന്നും കൂടെ അത് ചെയ്യാമായിരുന്നു. ഗോകുലിനെ സ്വന്തമായിട്ട് ക്രിട്ടിസൈസ് ചെയ്യാൻ തോന്നിയിട്ടുണ്ടെന്ന് പറഞ്ഞു. വേറെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ? അത് ആളുകൾ അങ്ങനെ വേറെ ആളുകൾ അങ്ങനെ പറഞ്ഞതായിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇത് മേ ബി ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട് ഒന്നാമത്തെ ഭാഗത്തിനേക്കാൾ നന്നല്ല രണ്ടാമത്തെ ഭാഗമാണ് ഒന്നുകൂടി നന്നായത് എന്ന് പറയാതല്ലാതെ ക്യാരക്ടറിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല അല്ലെ? അങ്ങനെയല്ല, ക്യാരക്ടറിനെ പറ്റിയിട്ട് തന്നെ ആദ്യ ഭാഗങ്ങളിൽ അഭിനയിച്ചതിനേക്കാൾ കൂടുതൽ രണ്ടാമത്തെ ഭാഗങ്ങളിൽ ഒന്നുകൂടി നന്നായിട്ട് അഭിനയിച്ചു എന്നാ പറഞ്ഞത്. അതായത് നന്നായിട്ട് അഭിനയിച്ചു, ബെറ്റർ എന്നാണ് പറഞ്ഞത്. അല്ലാതെ അങ്ങനെ ക്രിട്ടിസൈസേഷൻ കിട്ടിയില്ല. പക്ഷെ അതൊക്കെ എനിക്ക് കിട്ടണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയൊക്കെ ചെയ്താലേ എന്നിൽ തന്നെയുള്ള എക്സ്പെരിമെന്റ് എന്റെ ആ മിസ്റ്റേക്സ് ഒക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ അതിന് എന്താ പറയാ, അതിനുള്ള ഇൻഫോസും ക്രിട്ടിസൈസേഷനും ഒക്കെ എനിക്ക് ബ്ലസ്സി സാറും രാജുവേട്ടനും എല്ലാവരും അന്ന് തന്നെ ഓൺ ദ സ്പോട്ടിൽ എല്ലാവരും ജിമിച്ചായനൊക്കെ തന്നിട്ടുണ്ട്. കുറെ താലിബ് സാറൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോ അതിനനുസരിച്ച് ഞാൻ എന്നെ തന്നെ റീബിൽഡ് ചെയ്യുക, വർക്ക് ചെയ്യുക, എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്നെ തന്നെ. പുതിയ പുതിയ സിനിമകൾ കാണുക, പുതിയ ജോൺറേസ് ഒക്കെ കാണുക, അതിലൊക്കെ എക്സ്പ്ലോർ ചെയ്യുക. മാത്രമല്ലല്ലോ ഇനിയും ചെയ്യാൻ പോകുന്ന ക്യാരക്ടേഴ്സിനെ കുറിച്ചുള്ള ഒരു കാര്യങ്ങൾ അല്ലേ? ഓൾസോ ഗോകുൽ, ഈ ഒരു സിനിമയിലെ ഏറ്റവും ഹൈലൈറ്റ് ഉള്ള ഒരു കാര്യമാണ് 29 വർഷങ്ങൾക്ക് ശേഷം AR റഹ്മാൻ സാർ മലയാളം ഇൻഡസ്ട്രിയിൽ ഒരു മുഴുനീള സിനിമ ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം. AR റഹ്മാൻ സാറിനെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. എന്തായിരുന്നു സാറിന്റെ കൂടെ ഉണ്ടായിരുന്ന, സാറിന്റെ അടുത്ത് ആദ്യമായിട്ട് ഫാൻ മൊമെന്റ് ആയിരിക്കും തീർച്ചയായിട്ടും, നമ്മളെല്ലാരും ഫാൻസ് ആണല്ലോ AR റഹ്മാൻ സാർ. സാറിന്റെ അടുത്ത് സംസാരിച്ച ഏതെങ്കിലും ഒരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു കാര്യം ഓർമ്മയുണ്ടോ? സാറിന്റെ അടുത്ത് ഞാൻ സംസാരിച്ചപ്പോ ആദ്യം ഞാൻ പറഞ്ഞത്, സാറ് നമ്മളെല്ലാവരും സാറ് എപ്പോഴും എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്റെ പ്രണയത്തിൽ ഉണ്ടായിട്ടുണ്ട്, എന്റെ വിരഹത്തിൽ ഉണ്ടായിട്ടുണ്ട്, എന്റെ സന്തോഷത്തിലും സങ്കടത്തിലും. തീർച്ചയായിട്ടും അതെ, ഞാൻ എന്നിട്ട് ഓരോ പാട്ടുകളും എന്നെ ഏറ്റവും കൂടുതൽ കുറെ അവസരങ്ങളിൽ എന്നെ രക്ഷിച്ച ഒരു പാട്ട് എന്ന് പറയുന്നത് കുൻഫായ കുണ്ണാണ്. സൂപ്പർ സോങ്. ഒരു റെഫ്യൂജി പോലെയൊക്കെ തോന്നുന്നു. നമ്മൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോ ആരുടെയോ അടുത്ത് റെഫ്യൂജി ആയിട്ട് നിൽക്കുന്ന പോലെയൊക്കെ തോന്നുന്ന ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഫീലിംഗ് കിട്ടുന്ന പാട്ടാണ്. കേട്ട് കഴിഞ്ഞാൽ തോന്നണില്ലേ ആ സോങ്ങിന്? എന്ത് നമ്മളെ പ്ലേലിസ്റ്റിൽ ഉണ്ടാവുന്ന ഒരു സോങ്ങാ, AR റഹ്മാൻ പ്ലേലിസ്റ്റിൽ ഉണ്ടാവുന്ന ഒരു സോങ് ആണത്. അപ്പൊ ആളെന്ത് പറഞ്ഞു ആ ഒരു കാര്യം പറഞ്ഞപ്പോ? താങ്ക് യു. ഈ ഒരു ഇൻഫോസ് ഭയങ്കര അടിപൊളിയായിട്ട്. പിന്നെ ആളെന്റെ
എന്റെ അപ്പോഴുള്ള ബ്ലസ്സി സാർ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു, ഇവനാണ് ഹക്കീം എന്നുള്ള ക്യാരക്ടർ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സ്പോട്ടിൽ എഡിറ്റ് ചെയ്ത കുറെ രംഗങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ഞാൻ അതിന് ലിപ്പ് കൊടുത്തിട്ടുണ്ടല്ലോ സിനിമയില് സാറിന്റെ പാട്ടിന്. അപ്പൊ അതൊക്കെ കാണിച്ചു കൊടുത്തു. അതെ അതെ അതെ. ആൻഡ് ഹി സെഡ് ഇറ്റ്സ് വണ്ടർഫുൾ, യു ആർ വണ്ടർഫുൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കോംപ്ലിമെന്റിന്റെ ഒരു പൂരാണ് ഇങ്ങനെ അല്ലെ? അതെ അതെ അതെ. എനിവേസ് ഗോകുൽ, ഇനിയിപ്പോ എന്തെങ്കിലും, എനിക്കറിയാം ഭയങ്കര തിരക്കായിരിക്കും എന്നുള്ളത്, അപ്പോ ഇനി ഏതെങ്കിലും ഒരു പുതിയ പ്രൊജക്ട്സ് അങ്ങനെ എന്തെങ്കിലും വന്ന് നിൽക്കുന്നുണ്ടോ? അത് ഉണ്ട്, വന്ന് നിൽക്കുന്നുണ്ട്. ആൻഡ് അതൊക്കെ നോക്കിയും കണ്ടു, അതൊന്നും ഒന്നും പറയാറായിട്ടില്ല ഒന്നും. കഥ കേൾക്കുന്നുണ്ട്. കാരണം വെച്ചാ ഞാനിങ്ങനെ നോക്കുമ്പോ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ ചെക്ക് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോ പുതിയ സിനിമ ഏതാ, പിന്നെ പ്ലേലിസ്റ്റിനെ കുറിച്ച് ചോദിക്കുന്നു. ഓക്കെ, ഞാൻ പ്ലേലിസ്റ്റിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഗോകുലിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അടിപൊളി പ്ലേലിസ്റ്റ് ഏതായിരിക്കും? ഗോകുലിന്റെ പ്ലേലിസ്റ്റ് ഏതായിരിക്കും? ഒരു 4 സോങ് പറയാൻ പറഞ്ഞ പെട്ടെന്ന് ഏതായിരിക്കും? അത് റീസെന്റ് ആയിട്ടുള്ള പ്ലേലിസ്റ്റ് എനിക്ക് പറയാൻ പറ്റുള്ളൂ, കാരണം കുറെ സോങ്സ് ഉണ്ട്. അത് ഞാനീ മറ്റേ മൺചിത്രത്താഴില് നാഗവല്ലിയൊക്കെ പോലെ ഇടയ്ക്ക് ഗംഗയാവും ഇടയ്ക്ക് നാഗവല്ലിയാവും. അതുപോലെയാണ് എന്റെ പ്ലേലിസ്റ്റ്. ഇപ്പോഴത്തെ റീസെന്റ് പ്ലേലിസ്റ്റ് ഏതാണ്? ഞാൻ നൈറ്റിലൊക്കെ കേൾക്കുന്ന ഒരു പാട്ടാ കിലുകിൽ പമ്പരം എന്നുള്ള പാട്ട്, ജി ശ്രീകുമാർ ഒക്കെ കിലുക്കത്തിലെ പാട്ട്, ആ പാട്ട്. പിന്നെ പ്രദീപ് കുഹാഡിന്റെ CO2 ആൻഡ് പെരിയോരെ ഒബ്വിയസ്ലി. ഇപ്പൊ ഞാനത് പറയാനൊക്കെ പെരിയോനെ പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഗോകുലിന്റെ അടുത്ത് എന്തായാലും ചോദിക്കും എന്തുകൊണ്ട് പെരിയോനില്ല. അതെ, പെരിയോനെ ഒബ്വിയസ്ലി. അത് ഇപ്പത്തെ പ്ലേലിസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ ഇത് ഞാൻ പറയേണ്ട ആവശ്യമില്ലാതെ എല്ലാവർക്കും അറിയുന്നു തോന്നുന്നു. അതുകൊണ്ടാണ് അതെ പെരിയോൻ. എനിക്ക് അതുപോലെ തന്നെ എനിക്ക് അതില് സനാമൂസ പാടിയ ബത്താവേ എന്നുള്ളൊരു പാട്ടുണ്ട് ആടുജീവിതത്തില്. ആൻഡ് ആ ഒരു പാട്ട് എന്നെ സംബന്ധിച്ചിട്ട് ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആണ് ആടുജീവിതത്തില്. എനിക്കെന്തോ ആ പാട്ട് കേട്ടിട്ട് എന്താ പറയാ, ഒരു വാത്സല്യം, ഒരു ലൊലബിയൊക്കെ പോലെയൊക്കെ തോന്നാറുണ്ട്. ഒരു പാട്ട് അത് എന്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് പാട്ടാണ്. ആ ഒരു പാട്ട് എന്ന് പറയുന്നത്, ആ ഒരു ഹമ്മിങ്, ഒരു മൂളലും, ആ ഒരു സംഭവങ്ങളൊക്കെ, അത് എന്നെ സംബന്ധിച്ചിട്ട് ഒരു നല്ലൊരു സോങ് ആണ്. എനിക്കൊരു ഗ്ലാഡിയേറ്റർ സിനിമയിലൊക്കെ ഉള്ള ഒരു OST ഒക്കെ പോലെയൊക്കെ തോന്നുന്നുണ്ട്. ഞാൻ OSTകളൊക്കെ കേൾക്കുന്ന ഒരാളാണ്. സിനിമകളിലെ OSTകൾ, ഒഫീഷ്യൽ സൗണ്ട് ട്രാക്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേൾക്കുന്ന ഒരാളാണ്. അപ്പം അതുപോലെയൊക്കെ അങ്ങനെ ഒരു ലെവലിലുള്ളൊരു സോങ് പോലെയൊക്കെ എനിക്ക് തോന്നി. കോഴ്സ് AR റഹ്മാൻ മാജിക് ആൻഡ് സനാമൂസയുടെ ഒരു വോയിസും സംഭവങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ ഇതൊരു 4 സോങ്സ് മനസ്സിലായി. എന്തായാലും പാട്ടുകൾ, മെലോഡിയസ് ആയിട്ടുള്ള സോങ്സ്, അതൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്ന് മനസ്സിലായി. അതുപോലെ തന്നെ എന്താ പറയാ, ലിങ്കിൻ പാർക്കിനെയും എമിനെമിനെയും ഇഷ്ടപ്പെടുന്ന ഒരാളും കൂടിയാണ് ഞാൻ. അത് മാത്രമല്ല എല്ലാ ജോണേഴ്സും എനിക്ക് ഇഷ്ടമാണ്. ഞാൻ സത്യം പറഞ്ഞ ജൂക്ക് ബോക്സ് കേട്ടിരുന്നു. ഇപ്പൊ ഇതിന്റെ പാട്ടുകളാണ് ഇപ്പൊ ഗോട്ട് ലൈഫിൽ അല്ലെങ്കിൽ ആടുജീവിതത്തിന്റെ പാട്ടുകൾ മൊത്തം ഇങ്ങനെ എല്ലാവരുടെ റിംഗ് ടോൺ ആയിക്കോട്ടെ, അതുപോലെ തന്നെ കോളർ ടോൺ ആയിക്കോട്ടെ, ഇതൊക്കെ പെരിയോനെ ഒരുപാട് കേട്ടിട്ടുണ്ട്. പെരിയോനെ മാത്രമല്ല എല്ലാ സോങ്സും, മോസ്റ്റ് ഓഫ് ദ സോങ്സ്. അപ്പോ ഈ ജൂക്ക് ബോക്സ് ഇറങ്ങിയ സമയത്ത് അതിലത്തെ എന്താ പറയാ, അതിൽ വൺ ഓഫ് ദ മെയിൻ സോങ് ഗോകുൽ ഉണ്ടായിരുന്നത്, ഗോകുലിനെ പ്രസന്റ് ചെയ്യുന്നത് പെരിയോനെ സോങ് എന്നുള്ളൊരു ഇതാണ്. അത് പാടിയിട്ടാണ് ഗോകുലിന്റെ ഒരു സ്റ്റാർട്ടിങ് പോലെ നമുക്കൊരു ഒരു ഫ്രഷ് ഫീലിംഗ് തോന്നുന്നത്. അപ്പൊ ഗോകുൽ അതിനെ ലിപ്സിൻ ചെയ്യുമ്പോൾ നമ്മളെല്ലാവരും, കാരണം സിനിമ ഇറങ്ങുന്നതിന് മുന്നേ തന്നെ പെരിയോനെ ഫേമസ് ആയിരുന്നു, ഐ മീൻ ഹിറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞപ്പോ നമ്മൾ വിചാരിച്ചു, ഞാൻ പേഴ്സണലി വിചാരിച്ചത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിട്ട് എങ്ങാനും പോകുമായിരിക്കും എന്നായിരുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ലൈക് ആ ഒരു ഡെസേർട്ടിലൂടെ നിങ്ങൾ പോകുന്ന സമയത്ത്. പിന്നെയാണ് മനസ്സിലായത് ആ ഒരു ഇത്. അപ്പൊ ആ ഒരു പാട്ടിന്റെ ലിറിക്സ് ആ സമയത്ത് പറഞ്ഞു തരുന്ന സമയത്ത് പെരിയോന്റെ സോങ് മുന്നേ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ, ഐ മീൻ ഇറങ്ങണേലും മുന്നേ. ആ ഒരു സോങ് ഫസ്റ്റ് കേട്ടപ്പോൾ എന്തായിരുന്നു ഫീൽ ചെയ്തത്? ആ സോങ് ഫസ്റ്റ് കേട്ട സമയത്ത് എനിക്കൊരു നമ്മുടെ റോജ, ആ ഒരു സമയത്തൊക്കെ ഉള്ള AR റഹ്മാൻ ഒരു കൈൻഡ് ഓഫ് മ്യൂസിക് ഒക്കെ ഇല്ലേ, അതൊക്കെ എന്തോ പിന്നെ അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് മ്യൂസിക് ഒക്കെ കേട്ട പോലെ. ആ ഒരു മ്യൂസിക്കിന്റെ ഇടയിൽ ഒരു മ്യൂസിക് ഇൻസ്ട്രുമെന്റൽ പോർഷൻസ് ഉണ്ട് ആ ഒരു പാട്ടിന്റെ ഇടയിൽ നടുവില്. അതൊക്കെ എന്തോ എവിടെയോ ഇങ്ങനെ ഒഴുക്കില് എവിടെയോ നമ്മളൊക്കെ എത്തിക്കുന്ന പോലെ ഒരു സൂത്തിങ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. അതൊക്കെ ആദ്യം കേട്ട സമയത്ത് ഞാൻ ഹെഡ്സെറ്റ് ഒക്കെ ഇട്ട് പ്ലഗ് ഇൻ ചെയ്തിട്ട്, എനിക്ക് ബ്ലസ് സാർ ആ പാട്ട് തന്നിട്ടുണ്ട്. മൊത്തം പാട്ട് എനിക്ക് ഒരു 2 വർഷം മുന്നേ എന്റെ കയ്യിൽ ആ പാട്ടുണ്ട്. ലിപ്സിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്, പഠിക്കാൻ വേണ്ടിയിട്ടും ലിറിക്സും പാട്ടും ഒക്കെ ബ്ലസ് സാർ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു.
സോ അത് അപ്പം മുതലേ ഞാൻ ആ പാട്ട് കേൾക്കുന്നുണ്ട്. ആൻഡ് ഇറ്റ്സ് റിയലി സൂത്തിങ് ആയിട്ടുള്ള ഒരു കുറെ കാര്യങ്ങളും അതിലുള്ള ഓരോ അർത്ഥങ്ങളും പെരിയോരെ റഹ്മാനെ എന്നാണ് വിളിക്കുന്നത്. അതിന്റെ അതും നമ്മൾ കുൻഫായക്കുടിനൊക്കെ വെച്ച് പറയുന്ന പോലെ തന്നെ ഒരു റെഫ്യൂജി, അതൊരു പ്രതീക്ഷയുടെ വെട്ടം എന്നൊക്കെ പറയുന്ന പോലത്തെ കുറെ ഉള്ളിലുള്ള കുറെ മീനിങ്സ് ഒക്കെ ഉള്ള ഒരു പാട്ടാണ് ശരിക്കും അത് പറയുകയാണെങ്കിൽ. അത് ഹക്കീമിന്റെ പ്രതീക്ഷയാണ് ആ പാട്ട്. അവൻ ആ പാട്ടിൽ കൂടിയാണ് അവൻ നാടിനെ ഓർക്കുന്നതും അതൊക്കെ ആനന്ദം കണ്ടെത്തുന്നതും അതില് സങ്കടം വരുന്നതും എല്ലാം അവൻ നാടിനെ ഓർക്കുന്നതൊക്കെ ആ പാട്ടിൽ കൂടിയാണ്. അപ്പം അവനെ സംബന്ധിച്ച് ഇറ്റ്സ് റിയലി പേഴ്സണൽ. ആൻഡ് അതുപോലെ തന്നെ എന്നെ സംബന്ധിച്ചിട്ടും, കാരണം ഞാൻ ലിപ്സിങ് ചെയ്തത് റഹ്മാൻ സാറുടെ മ്യൂസിക്കിനാണ്, റഫീഖ് സാറുടെ വരികൾക്കാണ് ആദ്യമായിട്ട് തന്നെ. സോ അത് എന്നെ സംബന്ധിച്ചിട്ട് ഇനി എപ്പോഴും ഒരു എന്താ പറയാ, എപ്പോഴും ചെറിഷ് ചെയ്യാൻ പറ്റിയ മൊമെന്റ് തന്നെ. എപ്പോഴും ഇനിയിപ്പോ ഒരു 10-20 വർഷം കഴിഞ്ഞിട്ട് ഇപ്പൊ ഗൂഗിള് വലിയൊരു അടിപൊളി ആക്ടർ ആയാലും ഇപ്പൊ രാജേട്ടൻ നിൽക്കുന്ന പോലത്തെ ഒരു പൊസിഷനിൽ നിൽക്കുവാണെങ്കിലും ഈ ഒരു സോങ് ഐ എം ടെല്ലിങ് യു വിൽ ബി യുവർ ഫേവറേറ്റ് സോങ് ബിക്കോസ് ദിസ് ഇസ് യുവർ ഫസ്റ്റ് സോങ് അല്ലെ? ഈ ഒരു സിനിമയിൽ പറയുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇവര് മാത്രമല്ല, നജീം, ഹക്കീം എന്ന് പറയുന്ന ക്യാരക്ടേഴ്സ് മാത്രമല്ല, ഒരുപാട് ആൾക്കാര് ഇതേ സെയിം സിറ്റുവേഷനിലൂടെ പോയ ആൾക്കാരുണ്ട് എന്നുള്ള കാര്യമാണ് അല്ലെ? എന്ന് വെച്ചാൽ നമ്മള് പേഴ്സണലി അറിയാത്ത ആൾക്കാര്, ഒരുപാട് ആൾക്കാർ പുറത്ത് ഇതിന്റെ സ്റ്റോറി പറയാത്ത ആൾക്കാരുണ്ട്. പക്ഷെ ഇതിനെ റെപ്രസെന്റ് ചെയ്തിട്ട് വന്ന 2 ക്യാരക്ടേഴ്സ് ഇതാണ്. അതില് വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാരക്ടേഴ്സ് ഗോകുല് ചെയ്തു. നമ്മളെല്ലാവരും എന്താ പറയാ, വൺ നൈറ്റിൽ തന്നെ എന്താ പറയാ സൂപ്പർ ആയിട്ടുണ്ട് എന്നുള്ള ഒരു ക്യാരക്ടറൈസേഷൻ ഗോകുല് ചെയ്തു തന്നു. മലയാള സിനിമയിലെ ഒരു വാഗ്ദാനമാണ് ഇനി ഗോകുൽ എന്ന് ഞാൻ പറയട്ടെ. ആണ്, കാരണം നമുക്ക് തോന്നുന്നുണ്ട് അങ്ങനെ. അറിയില്ല, അടിപൊളി ക്യാരക്ടറായിരുന്നു. നമ്മൾ ഹക്കീമായിട്ട് കണ്ടു. ഇനി ഞങ്ങൾക്ക് ഗോകുൽ എന്ന് പറയുന്ന വ്യക്തി എന്താന്ന് അറിയാൻ വേണ്ടിയിട്ട് റൊമാൻറ്റിക് ആയിട്ടുള്ള മൂവീസ് ആയിക്കോട്ടെ, ത്രില്ലർ ആയിക്കോട്ടെ, ആക്ഷൻ ആയിക്കോട്ടെ, എല്ലാം കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അതിലൊന്നും ഗോകുൽ എന്ന വ്യക്തി ആയിരിക്കില്ലല്ലോ ഉണ്ടാവുക, അതിലൊക്കെ കഥാപാത്രങ്ങൾ ഉണ്ടാവുക. അത് കഴിഞ്ഞ് നമുക്ക് മനസ്സിലാവുമല്ലോ. ഇപ്പൊ നമ്മൾ കുറെ സിനിമകൾ കഴിഞ്ഞിട്ട് മോഹൻലാൽ ആരാണ്, മമ്മൂട്ടി ആരാണ്, അതുപോലെ രാജേട്ടൻ ആരാ, പൃഥ്വിരാജ് ആരാണെന്നുള്ളത് നമുക്കറിയാലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് ഇനിയിപ്പോ കുറച്ചു നാൾ കഴിഞ്ഞാൽ ഗോകുൽ ആരാണ് എന്നുള്ളത് അറിയാം. കാരണം ഒരുപാട് ആൾക്കാർ ഇപ്പൊ ഹക്കീം എന്നായിരിക്കില്ലേ വിളിക്കുന്നുണ്ടായിരിക്കാം അല്ലെ? അത് കേൾക്കുമ്പോ എന്താ തോന്നുന്നേ? ലാസ്റ്റ് ആയിട്ട് എനിക്ക് ചോദിക്കണം എന്നുള്ളൊരു ചോദ്യമാണ്. ഹക്കീം എന്ന് വിളി കേൾക്കുമ്പോൾ എന്താണ് തോന്നുന്നേ? ഹക്കീം എന്ന് വിളി കേൾക്കുമ്പോ ഓഫ് കോഴ്സ് സന്തോഷമുണ്ട്. കാരണം അവരെല്ലാവരും ഹക്കീം എന്ന കഥാപാത്രത്തിന് കൊടുക്കുന്ന സ്നേഹമാണ്. പക്ഷെ അതേ സൈഡിൽ തന്നെ എനിക്ക് വേറൊരു സംഭവം പറയുന്നത് വെച്ചാൽ ഹക്കീം എന്ന കഥാപാത്രത്തിൽ മാത്രം എന്നെ വിളിക്കാതെ ഇനിയും കുറെ അധികം ക്യാരക്ടറുടെ പേര് എന്നെ ആൾക്കാരെ വിളിക്കണം എന്നാണ് എനിക്ക് ആഗ്രഹമുള്ളത്. തീർച്ചയായിട്ടും. ഇപ്പൊ ഈ ഒരു സിനിമയില് എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഗോകുലിനെ ഹക്കീമായിട്ട് വിളിക്കുന്നത് ഗോകുൽ ആ ഒരു ക്യാരക്ടറിന് അത്രയും ജസ്റ്റിഫൈ ചെയ്തതുകൊണ്ടായിരിക്കും അല്ലെ? അതുപോലെ തന്നെ ഇനി അടുത്ത സിനിമ ചെയ്യുന്ന സമയത്തും അതുപോലെ ജസ്റ്റിഫൈ ചെയ്യുമ്പോ വിൽ കോൾ യുവർ നെയിം അതുപോലെ തന്നെ. അതെ അതുപോലെ തന്നെ. അതെ, ഓരോ സിനിമകൾ കഴിയുമ്പോഴും ആളുകൾ എന്നെ ആ ക്യാരക്ടറിന്റെ പേര് വെച്ച് വിളിക്കുക എന്നുള്ളതാണ് എന്റെ ആഗ്രഹം എന്ന് പറയാം. അതാണ്. അതെ, ആ ഒരു ക്യാരക്ടർ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ള ഓരോരുത്തരും വന്ന് പറയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കാം. ഇവിടെ ഒരാള് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഹാർട്ട് ബ്രോക്കൻ വെൻ ഹക്കീം ഡൈസ് ഇൻ ദ മൂവി. ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അത്രയും അടിപൊളി ക്യാരക്ടർ ആയിരുന്നു. ഐ മീൻ അതുപോലെയായിരുന്നു അഭിനയിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് എനിക്കറിയാം ഒരുപാട് താങ്ക്സ് നമ്മൾ ഒരുപാട് ആൾക്കാരുടെ അടുത്ത് പറയാനുണ്ടായിരിക്കും ഈ ഒരു സിനിമ റിലീസിങ് കഴിഞ്ഞ് ബ്ലെസ്സി ആയിക്കോട്ടെ, രാജുവേട്ടന്റെ കൂടെയുള്ള ആ കോമ്പിനേഷൻസിൽ ആളുടെ ഒരു കോൺട്രിബ്യൂഷൻ അതെനിക്ക് ചോദിക്കണമെന്നുണ്ടായിരുന്നു. ഐ മീൻ ആക്ടിംഗ് വൈസ് ഇത്രയും സീനിയോറിറ്റി ഉള്ള ഒരു ആക്ടർ അഭിനയിക്കുന്ന സമയത്ത് ആളുടെ നിന്ന് പഠിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും രാജുവേട്ടന്റെ കയ്യിൽ? ആളുടെ ഒബ്സർവേഷൻ ലെവൽ, ആദ്യത്തെ കാര്യം പറയുകയാണെങ്കിൽ ആളുടെ ഒബ്സർവേഷൻ ലെവൽ എന്നുള്ളൊരു സംഭവമാണ്. ആള് ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്യുന്ന ഒരാളാണ്. എവിടെ നിൽക്കുകയാണെങ്കിൽ ഒരു കണ്ണ് വേറെ എവിടെയോ ഉണ്ടാവും, ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും വേറെ എന്ത് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും. സോ ആ ഒരു കൈൻഡ് ഓഫ് ഒബ്സർവേഷൻ ലെവൽ സ്കിൽസ്. പിന്നെ എനിക്ക് കുറെ ടെക്നിക്കൽ ആയിട്ടുള്ള കുറെ അഡ്വൈസുകൾ രാജുവേട്ടൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതായത് നമ്മളൊരു അങ്ങനെ ഒരു ക്യാമറയുടെ മുമ്പിലൊക്കെ നിൽക്കുന്ന സമയത്ത് എങ്ങനെയൊക്കെ ചെയ്യാന്നൊക്കെ ഉള്ള രീതിയിൽ എന്തൊക്കെ നമ്മൾ എത്ര വലിയ പെർഫോമൻസ് ചെയ്താലും ക്യാമറക്ക് കിട്ടിയില്ലെങ്കിൽ അത് പോയില്ലേ എന്നാ പറഞ്ഞത്. അത് ശരിയാ. അതൊക്കെ ഫൈനലായിട്ട് കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്താണ് അല്ലേ? അതുപോലെ തന്നെ എനിക്കൊരു കാര്യം കൂടെ ചോദിക്കാനുള്ളത്, മേക്കപ്പിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം ആ ഒരു ഐ മീൻ ലാസ്റ്റില് നിങ്ങൾ ഇട്ടുണ്ടായിരുന്ന ഒരു കോസ്റ്റ്യൂം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര നേരം എടുക്കുന്നുണ്ടായിരുന്നു ആ ഒരു മേക്കപ്പ് എടുക്കാൻ? കാരണം നെഗം
അതുപോലെ തന്നെ ആ ഒരു മേക്കപ്പ് ഭയങ്കര ഡ്രൈനെസ് ആയിട്ടുള്ള ആ ഒരു ഫീലൊക്കെ വരുത്താൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം എടുത്തിട്ടുണ്ടായിരുന്നോ? അതെ. നമ്മൾ രാവിലെ ഇപ്പൊ ഒരു 5 o'clock ഒക്കെ ആവുമ്പോ മേക്കപ്പ് തുടങ്ങിയ 6 o'clock ആവും തീരെ. ഒരു മണിക്കൂർ മേക്കപ്പ് നമ്മളിതേപോലെ ഒരു ചെയറിൽ ഇരുന്നിട്ട് നമ്മളെ മേക്കപ്പിലെ ചേട്ടന്മാര്, അതായത് രഞ്ജിത്തേട്ടനും ഷാഹിനിക്കും പാരിപ്പള്ളിയും ലിവിനേട്ടനും ഇവര് 4 പേരുമാണ് ഉള്ളത് മേക്കപ്പ് ടീമില്. അപ്പൊ ഇവരൊക്കെ നമ്മൾ ഇരുന്നിട്ട് ഇത് ഇങ്ങനെ മേക്കപ്പ് ഇടും. എന്നെ മേക്കപ്പ് അഴിക്കുന്ന സമയത്തൊക്കെ നമ്മളെ പപ്പയുടെ സ്വന്തം അപ്പൂസിലെ പാട്ടൊക്കെ ഇല്ലേ, നിന്റെ ബാലഗോപാലനെ എണ്ണ തെപ്പിക്കുന്ന പോലെ. അതുപോലെ ബുദ്ധിമുട്ടിയിട്ടുണ്ടല്ലേ? അത് റിമൂവ് ചെയ്യാൻ എത്ര സമയം എടുക്കും? കുറെ ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? റിമൂവ് ചെയ്യാൻ ഒരു ഹാഫ് ആൻ അവർ എടുക്കും. പിന്നെ പോയി കുളിക്കണം. കുളിക്കുമ്പോൾ തന്നെ നല്ല തേച്ച് കഴുകിയാലേ ആ മേക്കപ്പ് ഒക്കെ പോവുകയുള്ളൂ. അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുകളൊന്നുമല്ലല്ലോ ഇതൊക്കെ. എന്താ ബുദ്ധിമുട്ടുകൾ? ഇപ്പം നമ്മൾ കണ്ടിട്ടാൽ വെള്ളം കിട്ടാത്ത ഒരു സീൻ ഉണ്ടായിരുന്നല്ലോ. ഐ മീൻ നിങ്ങൾ ആ എസ്കേപ്പ് ചെയ്യണ സമയത്ത് മുഖം കാണുവാണെങ്കിൽ അത്രയ്ക്കും എന്താ പറയാ പെയിലായിട്ട് ഡ്രൈ ആയി അങ്ങനെയുള്ള ഒരു ഫീൽ ആയിരുന്നു. അത് എത്തിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നിങ്ങൾ പേഴ്സണലി നിങ്ങളുടെ ബോഡിയിൽ തീരെ ഫാറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ തണുപ്പ്, ചൂട് അതൊക്കെ പെട്ടെന്ന് എഫക്ട് ചെയ്യുമായിരുന്നല്ലേ? നല്ലോണം എഫക്ട് ചെയ്യുമായിരുന്നു. അപ്പൊ ആ ഒരു സമയത്ത് എന്താ പറയാ വെള്ളത്തിന്റെ ഇത് കിട്ടാൻ വേണ്ടി, ഈ മേക്കപ്പിന്റെ ഈ ഒരു ഡ്രൈനെസ് കിട്ടാൻ വേണ്ടിയിട്ട് വെള്ളം കുടിക്കാതിരുന്നിട്ടുണ്ടോ? വെള്ളം നമ്മൾ അഫ്കോഴ്സ് ആ മരുഭൂമിയിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് വെള്ളം ഓൾറെഡി അവിടെ ഉണ്ടെങ്കിലും നമ്മൾ ഡീഹൈഡ്രേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ ചില സ്പെസിഫിക് സീക്വൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മള് വെള്ളം കുടിക്കാതൊക്കെ ഇരുന്നുണ്ട്. ചില സ്പെസിഫിക് സാധനങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്, ഡ്രൈ ആവാൻ വേണ്ടി, തൊണ്ടയൊക്കെ ഡ്രൈ ആവാനൊക്കെ വേണ്ടിയിട്ടേ. അങ്ങനത്തെ ചില സമയങ്ങള് ഇതിന്റെ പാച്ച് ചെയ്ത സമയത്ത് ഞാൻ ഇതുപോലെ ഭക്ഷണവും വെള്ളവും കുടിക്കാതിരുന്നത്. പാച്ച് ഡബിങ് ചെയ്ത സമയത്ത് ഭക്ഷണവും വെള്ളം കുടിക്കാതെയാണ് ബാക്കിയുള്ള ആ ഒരു ഫീലിംഗ് ഒക്കെ കിട്ടാൻ റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ പാച്ചിങ്. അപ്പൊ ആ സമയത്തൊക്കെ അങ്ങനെ ചെയ്തൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇതൊന്നും പക്ഷെ കഷ്ടപ്പാടായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല എന്നുള്ളതാണ്. കാരണം നമുക്ക് അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട അത് അത്ര ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി അത് ഡിമാൻഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്കതങ്ങനെ കഷ്ടപ്പാടായിട്ടില്ല. ഇത് ഓരോ പണിക്കും ഓരോ ജോബിനും അതിൻ്റെതായുള്ള റിക്വയർമെന്റ്സ് ഉണ്ട്. ഈ ഒരു ക്യാരക്ടറിന്റെ റിക്വയർമെന്റ്സ് ഇതൊക്കെയാണ്. അപ്പൊ ഇതൊക്കെ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ഈ ക്യാരക്ടർ ചെയ്യണ്ടല്ലോ. അങ്ങനെയല്ലേ? ഇതൊക്കെ ആ ക്യാരക്ടറിന് വേണ്ടി ചെയ്യാൻ ബാധ്യസ്ഥനാണ് നമ്മൾ ആസ് എൻ ആക്ടർ. ബാധ്യസ്ഥൻ ഞാനും രാജുവേട്ടനും ഒക്കെ എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോ നമ്മളെ സംബന്ധിച്ചിട്ട് ഈ ഒരു ക്യാരക്ടറിന് വേണ്ടി നമ്മളതൊക്കെ ചെയ്യാൻ ബാധ്യസ്ഥരായോണ്ടാണ് നമ്മളത് ചെയ്തത്. അതെ, ക്യാരക്ടറിനോട് ജസ്റ്റിഫൈ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു 10-12 വട്ടമായി പറയണു. കാരണം കാരണം നമ്മുടെ മനസ്സിലോട്ട് ആ ഒരു ക്യാരക്ടേഴ്സ് കടന്നിട്ടുള്ളതുകൊണ്ട്. കാരണം ഞാൻ രാജുവേട്ടൻ്റെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല പറയാൻ. കാരണം ഞാൻ സിനിമ കാണുന്നതിന് മുന്നേ ആയിരുന്നു രാജുവേട്ടനെ കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊ ഗോകുലിന്റെ അടുത്ത് സംസാരിക്കുമ്പോ ഗോകുലിന്റെ ആ ഒരു ക്യാരക്ടർ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലായിട്ട് സംസാരിക്കാൻ വരുമ്പോ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു അല്ലെ? എന്തായാലും ഇതുപോലല്ല ഇതിനേക്കാൾ അപ്പുറമായിട്ട് അടിപൊളി ക്യാരക്ടേഴ്സിന് പ്രതീക്ഷിക്കേണ്ടതുണ്ട്. ഞങ്ങൾ എന്തായാലും എക്സ്പെക്ടേഷൻസ് ഗോകുലിന്റെ കാര്യത്തിൽ ഹൈ ആണ്. ഞാൻ ഇനി അടുത്ത ബെറ്റ് വെച്ചോട്ടെ, പറയാൻ ഇവരുടെ അടുത്ത് ബെറ്റ് വെച്ചോട്ടെ. അടുത്ത ബെറ്റ് ഞാൻ വെക്കാം, ഗോകുലിന്റെ അടുത്ത ക്യാരക്ടർ ഇതിനേക്കാൾ അടിപൊളി ആയിരിക്കും എന്നുള്ളൊരു കാര്യം. ഓക്കെ, ബെറ്റ് വെച്ചാൽ അടുത്ത ഒരു 50% ഷെയർ വെച്ചിട്ട് വെച്ചോ. ഓക്കെ, നോക്കാം. എന്തായാലും നമുക്ക് പൊളിക്കാം. ഇനി എന്തായാലും ഞാൻ ഗൂഗിളിൽ വിളിക്കും. നമ്മൾ എന്തായാലും അടുത്ത പ്രൊജക്ടിനായാലും ഞാൻ ഐ കോൾ യു ആൻഡ് വിൽ ഹാവ് ആൻ അമേസിംഗ് ഇൻ പേഴ്സൺ ഇന്റർവ്യൂ. ഇപ്പൊ ഈ കൊറിയൻ ഡ്രാമാസിനോടൊക്കെ ഇഷ്ടമുള്ള ആളാണോ? കൊറിയൻ ഡ്രാമാസിനോട്, കൊറിയൻ ഫിലിംസിനോടൊക്കെ ഇഷ്ടമുള്ളതാണ്. കൊറിയൻ ഡ്രാമാസ് സംഭവങ്ങളൊക്കെ കണ്ടിട്ടില്ലേ? ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ അല്ലെ? അതുപോലെ ഉണ്ട്. ഓക്കെ, ഞാൻ ഇവിടെ ചിന്നൊക്കെ വരുന്നുണ്ട്. അപ്പൊ എന്തായാലും കണ്ടോ, ഹായ്. എനിവേസ്, താങ്ക് യു സോ മച്ച് ഗോകുൽ ഫോർ ജോയിനിങ്. നമ്മള് ഇനിയും കാണും, ഇനിയും അടിപൊളി ക്യാരക്ടേഴ്സ് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, എന്തായാലും റേഡിയോ സിറ്റിയിലുള്ള റേഡിയോ സിറ്റി മലയാളത്തില് ഒരുപാട് ആൾക്കാർ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു ഗോകുലിനെ കൊണ്ടുവരണം എന്നുള്ളത്. ആൻഡ് ഫൈനലി ഐ ഡിഡ് ഇറ്റ് ഗൈസ്, ഐ ഡിഡ് ഇറ്റ്. ഓക്കെ, എന്തായാലും ഇനി ഗോകുലിനെ ആയിട്ട് നമ്മൾ അടുത്ത സിനിമയില് അല്ലെങ്കിൽ അതല്ലാണ്ട് തന്നെ ഗോകുലിന്റെ വിശേഷങ്ങളായിട്ട് ഐ വിൽ ബി കമ്മിങ് വിത്ത് യു ഓൾ. അപ്പൊ അതുവരേക്കും നമുക്ക് ടാറ്റ ബൈ ബൈ പറഞ്ഞാലോ. ബൈ ബൈ. Bye.
പുതുമയുള്ള വീഡിയോകൾക്കായി റേഡിയോ സിറ്റി മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ.